മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പണ്ട് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പ്രഭാഷണം നടത്തി ഒരു വീട്ടിൽ വിശ്രമിക്കുന്ന വേളയിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിനെ കാണാനായിട്ട് വന്നു. വളരെ ധൃതി പിടിച്ച് സമയം തീരെയില്ലാതെ വളരെയധികം ടെൻഷനോടുകൂടി ഏത് വീട്ടിലാണോ സ്വാമി വിവേകാനന്ദൻ താമസിച്ചിരുന്നത് ആ വീട്ടിലെ ഉടമസ്ഥയോട് പറഞ്ഞു, എനിക്ക് മിസ്റ്റർ കാനന്ദനെ കാണണം, കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, ഞാൻ അമേരിക്കയിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. ഇതെല്ലാം ആ സ്ത്രീയോട്, ഗൃഹസ്ഥയോട് വിവരിച്ചു. ഗൃഹസ്ഥ ഒരു മുറിയിൽ ധ്യാനത്തിലിരിക്കുന്ന സ്വാമി വിവേകാനന്ദൻ ധ്യാനം കഴിയുന്നത് വരെ കാത്തിരുന്ന് വിവേകാനന്ദനെ അറിയിച്ചു, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്ന്. വിവേകാനന്ദൻ ഒന്നും സംസാരിച്ചില്ല. അവിടെ ഇരിക്കാൻ പറയൂ, കുറച്ചു നേരം കാത്തിരിക്കാൻ പറയൂ എന്ന് മാത്രം പറഞ്ഞു. വീണ്ടും 15 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു. അയാൾ വീണ്ടും റിമൈൻഡർ കൊടുത്തുകൊണ്ടിരുന്നു. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിനെ, ചെറുപ്പക്കാരനായിട്ടുള്ള വിവേകാനന്ദൻ അദ്ദേഹത്തിനെ മുറിക്കകത്തേക്ക് ക്ഷണിച്ചു. ക്ഷണിച്ച ഉടനെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഉണ്ടാക്കിയ സമ്പത്തിന്റെ ഭാരം കൊണ്ട് ജീവിക്കാൻ പറ്റണില്ല അല്ലേ? ഏതായാലും ആ സമ്പത്തിന്റെ കുറേ ഭാഗം ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ട് പിന്നീട് എന്നെ കാണാൻ വരൂ എന്ന് മാത്രം പറഞ്ഞു. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല എന്ന് മാത്രമല്ല, തന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു കാവ്യവസ്ത്രധാരിയെ കാണാൻ പോയിട്ട് അയാളുണ്ടാക്കിയ പ്രശ്നം തനിക്ക് ഉള്ള പ്രശ്നത്തെക്കാൾ വലുതാണ് എന്നൊരു തോന്നലോടുകൂടി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് ദൂരം നടന്നപ്പോൾ അദ്ദേഹം ഏറ്റവും വലിയ പണക്കാരനാണെന്ന് അറിയാവുന്ന ആ പ്രദേശത്തുള്ളവര് അദ്ദേഹത്തിനെ വന്ന് കണ്ട് പറഞ്ഞു. ആ വന്ന് കണ്ടവരില് ഭൂരിഭാഗവും ആഫ്രിക്കൻ വംശജരായ അമേരിക്കക്കാരെ, കറുത്ത വർഗക്കാരായിരുന്നു. അവർ ഈ പണക്കാരനെ കണ്ടു പറഞ്ഞു, ഞങ്ങൾക്കൊരു സ്കൂളുണ്ട്, ആ സ്കൂള് നിലം പൊത്താറായി, ഒരു സൗകര്യവുമില്ല, അതിനുവേണ്ടി അങ്ങ് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് കുറേ ദേഷ്യം വന്നു. പക്ഷെ ദേഷ്യം വന്ന ഉടനെ തന്നെ പെട്ടെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ് ഓർമ്മയിൽ വന്നത്, ഉണ്ടാക്കിയ സമ്പത്ത് അതിന്റെ ഭാരം താങ്ങാനാവാതെ കഷ്ടപ്പെടുന്നു അല്ലേ, അത് കുറച്ച് ആർക്കെങ്കിലും കൊടുത്തതിന് ശേഷം വരൂ എന്ന് പറഞ്ഞ ആ വരി തലയില് ഓർമ്മ വന്നു. അതേ മനുഷ്യൻ തന്റെ വലിയ ഫാക്ടറിയിലെ ഉൽപ്പന്നങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കപ്പലിൽ കൊണ്ടുപോകുമ്പോൾ ആ സാധനങ്ങൾക്ക് ഇൻഷുറൻസ് എടുത്താൽ, അഥവാ കപ്പൽ കൊടുങ്കാറ്റിൽ പെട്ടാലും ഇൻഷുറൻസ് തുക കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇൻഷുറൻസ് തുക $150 അടയ്ക്കാൻ വിസമ്മതിച്ച് പിശുക്ക് കാണിച്ച് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഒരു സ്ഥലത്ത്, കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ, രൂപയുടെ അല്ല ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് ഇൻഷുറൻസ് പോലും എടുക്കാതെ അയച്ച വ്യക്തി, ആ ഇൻഷുറൻസിന്റെ പൈസ ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ച വ്യക്തി, ഈ കറുത്ത വർഗക്കാര് സ്കൂളിന് വേണ്ടി ഡൊണേഷൻ ചോദിച്ചപ്പോൾ അദ്ദേഹം കുറച്ച് $, അവർക്ക് കൊടുത്തു.
ആ ഡോളർ ഉപയോഗിച്ച് ആ സ്കൂളൊക്കെ കുറച്ച് നന്നാക്കി നന്ദി പറയാനായിട്ട് വീണ്ടും ഈ മനുഷ്യന്റെ അടുത്ത് ചെന്നപ്പോൾ അയാൾ കുറേ കൂടി ഡോളർ ഈ മനുഷ്യനും ഇവർക്ക് കൊടുത്തു. ഇയാളുടെ പേരിൽ ഒരു ബ്ലോക്ക് തന്നെ അവിടെ ഉണ്ടാക്കി. അതിന്റെ ഉദ്ഘാടനത്തിന് വരണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഇപ്പോൾ സ്കൂളല്ലേ, അതൊരു കോളേജിന്റെ നിലവാരത്തിലേക്കുള്ള കെട്ടിടം പണിയൂ എന്ന് പറഞ്ഞ് കെട്ടിടം പണിയാനുള്ള പൈസ കൊടുത്തു. അതിന്റെ സന്തോഷം കൊണ്ട് വളരെയധികം മതിമറന്ന് രണ്ടാമത്തെ പ്രാവശ്യം സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ വന്നപ്പോൾ ഈ കറുത്ത വർഗക്കാരുടെ സ്കൂള് വളരെ വലിയൊരു കോളേജായി മാറിക്കഴിഞ്ഞിരുന്നു. അമേരിക്കൻ ഗവൺമെന്റ് അതിനെ ഒരു യൂണിവേഴ്സിറ്റി തലത്തിൽ ഉയർത്താനുള്ള തീരുമാനം എടുക്കുന്ന അവസ്ഥയിലെത്തി. ഈ മനുഷ്യൻ വിവേകാനന്ദനെ ചെന്ന് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഒരു ടെൻഷനും ഇല്ലാതെ വന്ന് കണ്ട് സംസാരിച്ചപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞു, സമ്പത്തിന്റെ ഭാരം മറ്റേത് ഭാരത്തെക്കാളും കൂടുതൽ വേദനാജനകമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ച അങ്ങക്ക് ആ സമ്പത്തിന്റെ ഭാരം ഇറക്കി വെച്ചപ്പോൾ കിട്ടിയ ആ സുഖവും സന്തോഷവുമാണ് മുഖത്ത് കാണുന്നത്. മറ്റൊന്നും ചിന്തിക്കാതെ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഭാവി ലോകത്തിൽ വേദനിക്കുന്നവർക്ക് വേണ്ടി അങ്ങ് എന്തെങ്കിലും ചെയ്യണം, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മാതിരി. എന്നിട്ട് വിവേകാനന്ദൻ തന്നെ അതിന് പേര് കൊടുത്തു, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ എന്ന സംഘടന തുടങ്ങണം. അദ്ദേഹത്തിന്റെ 3/4 സ്വത്തും എഴുതി വെച്ച് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ തുടങ്ങി. ആ കറുത്ത വർഗക്കാരുടെ ബാത്റൂം പോലും ഇല്ലാതിരുന്ന സ്കൂള് ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയായി മാറി. ആ മനുഷ്യൻ തന്റെ കയ്യിലുള്ള സ്വത്ത് ഓരോരുത്തർക്കായിട്ട് വേദനിക്കുന്നവർക്കായിട്ട് ഇങ്ങനെ കൊടുത്തപ്പോ ആ മനുഷ്യൻ അനുഭവിച്ച സന്തോഷവും സംതൃപ്തിയും അത് വിവേകാനന്ദനോട് വിവരിച്ചു കൊടുത്തു. എന്നിട്ട് വിവേകാനന്ദൻ പറഞ്ഞു, നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം മറ്റുള്ളവരെ അറിയിക്കണം. വേണമെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ വേണ്ടതിൽ കൂടുതൽ, വേണ്ടതിനേക്കാൾ 10,000, 20,000, 30,000 ഇരട്ടി സമ്പത്ത് ഉണ്ടാക്കി അതിന്റെ ഭാരം കൊണ്ട് വേദനിക്കുന്ന ധാരാളം പണക്കാർ ലോകത്തിലുണ്ട്. ഉണ്ടാക്കുന്നതിനേക്കാൾ കുറെയെല്ലാം കൊടുക്കുന്നതാണ് സുഖവും സന്തോഷവുമെന്ന് ജനങ്ങൾ അറിയട്ടെ. അങ്ങനെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ എന്ന ലോകത്തിൽ അറിയപ്പെടുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാവാനും ധാരാളം വ്യക്തികളുടെ വേദന അകറ്റാനും എല്ലാം സഹായിച്ച ആ ഒരു ഉപദേശം ഞാൻ ഓസ്ട്രേലിയയിൽ കുറച്ച് MP-മാർക്ക് സിഡ്നിയിൽ ക്ലാസ് എടുത്തപ്പോൾ വിവരിച്ച് പറയേണ്ടായി. നദിയിലെ വെള്ളം ഉപ്പില്ലാതെ മധുരമായ പോർട്ടബിൾ വാട്ടറാണ്, സ്വീറ്റ് വാട്ടറാണ് നദിയിലെ വെള്ളം. ജനങ്ങൾ നദിയിലെ വെള്ളം മലിനമാക്കിയില്ല എങ്കിൽ ഗംഗാനദിയും കൃഷ്ണാനദിയും ഗോദാവരി നദിയും യമുനാ നദിയും നർമ്മദയും സിന്ധുവും കാവേരിയും എല്ലാം നല്ല വെള്ളമാണ്. പക്ഷെ കടലിലെ വെള്ളം എന്നും ഉപ്പുള്ളതാണ്. ആ കടല് നദിയിലെ വെള്ളത്തിനെ സ്വീകരിക്കുകയും നദി കടലിലേക്ക് വെള്ളം കൊടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ കൊടുക്കുന്ന വെള്ളത്തിന് മധുരവും മറ്റുള്ളവരുടെ അടുത്ത് നിരന്തരം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉപ്പുമായ, അതാണ് ഭാരതീയ പൈതൃകം. ത്യാഗേനൈകേ അമൃതത്വമാനശുഹു എന്ന് കൈവല്യോപനിഷത്തിൽ പറയുന്നു. ത്യാഗത്തിലൂടെ അമരത്വത്തിലേക്ക് പ്രാപിക്കാൻ സാധിക്കും. വേണം 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 എന്ന് വിചാരിക്കുന്നതിന് പകരം വേണ്ട 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 എന്ന് വിചാരിക്കാം. എൻ്റെ വളരെ അടുത്ത ബന്ധു എത്രയാ കാശുണ്ടാക്കിയിരിക്കുന്നത്, വളരെ അടുത്ത ബന്ധുവാണ്. ഇപ്പോഴും കാശുണ്ടാക്കണം കാശുണ്ടാക്കണം എന്ന് മാത്രമാണ്. ഒരുപക്ഷെ കണ്ണിലെ കാഴ്ച വരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രായത്തില് ഇപ്പോഴും കാശുണ്ടാക്കണം എന്ന ധാരണയിൽ തന്നെ ആ മനുഷ്യൻ ജീവിക്കുന്നു.
അതിൻ്റെ പുറത്ത് വാശിയും അതിൻ്റെ പുറത്ത് പകയും. എല്ലാ മക്കളും വളരെ വളരെ നല്ല നിലയിലെത്തിയിട്ട് വീണ്ടും പൈസ ഉണ്ടാക്കണം. ഞാനിങ്ങനെ ആലോചിച്ചു, ഡോക്ടർ വി.പി. ഗംഗാധരന് ക്യാൻസർ രോഗികളെ ചികിത്സിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും വേണ്ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് കുറേ പൈസ അയക്കുമ്പോഴും ഇവിടെ വരുന്ന പാവപ്പെട്ടവരുടെ ആപ്ലിക്കേഷന് 1000-2000 രൂപ സാധിക്കുന്ന രീതിയിൽ നിരന്തരം കൊടുക്കുകയും ഏതെങ്കിലുമെല്ലാം സ്കൂളിലെ ഉച്ചക്കഞ്ഞി വയ്ക്കാൻ ചോറില്ല, അരിയില്ല, പച്ചക്കറിയില്ല, പരിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വിളിക്കുമ്പോൾ അവർക്ക് ഉടനെ അരി എത്തിക്കാനും ഒക്കെ സാധിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, സംതൃപ്തി, അത് വിവരണാതീതമാണ്. അത് വിവരണാതീതമാണ്. പലതും വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒന്ന് അനുഭവിച്ചറിയണം. വേണം വേണം വേണമെന്ന് വെക്കുന്നതിനേക്കാൾ സന്തോഷമാണ് വേണ്ട എന്ന് വെക്കുമ്പോൾ. അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ എല്ലാം ത്യജിക്കണമെന്നല്ല, ജീവിതത്തിൽ ഒന്നും ഉണ്ടാക്കരുതെന്നല്ല. ഈ ലോകത്തിൽ രോഗവും അസുഖവും വാർദ്ധക്യത്തിൻ്റെ വിഷമതകളും എല്ലാം ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ ആവശ്യമായിട്ടുള്ളത് തീർച്ചയായിട്ടും ഉണ്ടാക്കി വയ്ക്കണം. പക്ഷേ നമ്മൾ ഈ ലോകത്തിൽ സ്ഥിരമല്ല. വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും ഒന്നും സ്ഥിരമായിട്ട് നിൽക്കില്ല. ഇതൊന്നും ഫിലോസഫിയല്ല, ഇതൊന്നും ആത്മീയതയുമല്ല. ഇതൊക്കെ വെറും ജീവിത വീക്ഷണം. മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കീറ്റുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. ഇത് നമ്മൾ നിത്യവും കാണുന്ന കാര്യങ്ങളാണ്. ഇവിടെ നല്ലൊരു ശ്ലോകത്തിന്റെ രൂപത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. എബ്രഹാം ലിങ്കണും ത്യാഗം ചെയ്ത ആളാണ്. പാണ്ഡവര് അധികാരം മുഴുവനും അഭിമന്യുവിന്റെ പുത്രന് കൊടുത്തു പോയവരാണ്. തന്റെ ലോകത്തിലെ ഉത്തരവാദിത്വം കഴിഞ്ഞപ്പോ യാത്ര മതി എന്ന് പറഞ്ഞ് തീരുമാനിച്ച ആളാണ് ശ്രീരാമൻ. അങ്ങനെ അവരുടെയും ഉദാഹരണം എടുക്കാം, വേറെ ആൾക്കാരുടെയും ഉദാഹരണം എടുക്കാം. അതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ട കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നേരത്തെ പറഞ്ഞ കൈവല്യോപനിഷത്തിലെ ആ ത്യാഗേനൈകേ അമൃതത്വമാനശുഹു, ത്യാഗത്തിലൂടെ അമൃതത്വത്തിലേക്ക് എത്തുക എന്നും ഭഗവത്ഗീതയിൽ പറയാറുള്ള ഒരു വരിയുണ്ട്. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗ സമാചര. യജ്ഞഭാവത്തില്, ത്യാഗഭാവത്തില്, സമർപ്പണഭാവത്തില്, അങ്ങോട്ട് കൊടുക്കുന്ന ഭാവത്തില് നിങ്ങൾ കർമ്മം ചെയ്യൂ. ആ കർമ്മത്തിലൂടെ ലഭിക്കുന്ന ആത്മസംതൃപ്തി മറ്റൊന്നിലൂടെയും ലഭിക്കില്ല. ബാക്കി എല്ലാ തരത്തിലുള്ള പ്രവൃത്തിയിലും ബന്ധനങ്ങൾ ഉണ്ടാവുന്നു. ഇങ്ങോട്ട് വേണമെന്ന് തോന്നുന്നു, ഇങ്ങോട്ട് വേണമെന്ന തോന്നലുണ്ടാകുന്നു. അങ്ങോട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന മധുരം, അത് ത്യാഗത്തിന്റെ മധുരം, ദാനത്തിന്റെ മധുരം. ഭാരതത്തില് പശുവിനെ ധ്യാനം ചെയ്തിരുന്നു. പശുദാനം, വസ്ത്രദാനം, ഭൂമിദാനം, നേത്രദാനം, രക്തദാനം, എല്ലാ ധ്യാനവും ചെയ്തിരുന്നു. ആ ദാനം തന്നെയാണ് ധർമ്മശാസ്ത്രത്തിൽ ഏറ്റവും വലിയൊരു വിഷയം. നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കട്ടെ. ഈ ശ്രീകൃഷ്ണന്റെ ജന്മദിനത്തിൽ, ജന്മാഷ്ടമി ദിവസത്തിൽ നമുക്കും എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കട്ടെ. ഏറ്റവും കുറഞ്ഞത് 3% സമയം, 3% സമ്പത്ത്, 3% ഊർജം എങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.